ഹായ് എവരിവൺ, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ, അതിലെ 6ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഇതിനു മുമ്പ് 5 പാർട്ടുകളുടെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വീഡിയോയും ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഈ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ ഡൽഹി സുൽത്താൻസ് എന്നായിരുന്നു. അതിൽ നമ്മൾ 5ാമത്തെ പാർട്ട് നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് 6ാമത്തെ പാർട്ടാണ്. 6ാമത്തെ പാർട്ടിൽ നമ്മളൊരു കമ്പാരിസനാണ് നടത്തുന്നത്. അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് തുഗ്ലക്കിൻ്റെയും അഡ്മിനിസ്ട്രേഷനും അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് അവർ ഭരിച്ചിരുന്നത്, അവരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്, അതിലുള്ള ഡിഫറൻസസിനെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് തുഗ്ലക്കും രണ്ടും ഡൽഹി സുൽത്താൻസ് തന്നെയാണ്. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജി കഴിഞ്ഞ് വന്ന ആളാണ് മുഹമ്മദ് തുഗ്ലക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള ഡിഫറൻസസ്. അലാവുദ്ദീൻ ഖിൽജി, അപ്പോൾ അയാളുടെ കാലത്ത് ഡൽഹി വാസ് അറ്റാക്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ഡൽഹിയെ ശത്രു രാജ്യക്കാർ അറ്റാക്ക് ചെയ്തു. അതായത് എപ്പോഴൊക്കെയായിരുന്നു? 1299, 1300 കാലഘട്ടത്തിലും, അതുപോലെ തന്നെ 1302, 1303 ഈ കാലഘട്ടത്തിലും. അങ്ങനെ ഈ 2 കാലഘട്ടത്തിൽ രണ്ട് പ്രാവശ്യം ദില്ലി അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ദില്ലിയുടെ റൂളർ. ആസ് എ ഡിഫെൻസീവ് മെഷർ, അലാവുദ്ദീൻ ഖിൽജി റേസ്ഡ് എ ലാർജ് സ്റ്റാൻഡിങ് ആർമി. അപ്പോൾ ഏത് ശത്രു രാജ്യക്കാരും അറ്റാക്ക് ചെയ്താലും അത് നമ്മളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? ഒരുപാട് ആൾക്കാരുള്ള സോൾജേഴ്സ് അല്ലെങ്കിൽ ആർമി, സ്റ്റാൻഡിങ് ആർമി ഈ റൂളർ കെട്ടിപ്പടുത്തു. എന്താ പറഞ്ഞാൽ, ആര് വന്നോ അറ്റാക്ക് ചെയ്താലും അവരെ ചെറുത്ത് തോൽപ്പിക്കുക, അറ്റാക്ക് ഇവരോട് കീഴടങ്ങാതെ അവരെ പ്രതിരോധിക്കാനായിട്ട്, ഡിഫെൻഡ് ചെയ്യാനായിട്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പട്ടാളക്കാരുള്ള ഒരു ആർമി കെട്ടിപ്പടുത്തു. അലാവുദ്ദീൻ ഖിൽജി ഇതാണ് ചെയ്തത്. മറിച്ച് മുഹമ്മദ് തുഗ്ലക്ക്, ദ സുൽത്താനേറ്റ് വാസ് അറ്റാക്ഡ് ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് മുഹമ്മദ് തുഗ്ലക്സ് റെയിൻ. മുഹമ്മദ് തുഗ്ലക്ക് ഭരിക്കുന്ന ആ ഭരണകാലത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഈ ഡൽഹിയെ അറ്റാക്ക് ചെയ്തു. മംഗോൾ ആർമി വാസ് ഡിഫീറ്റഡ്. അതിൽ മംഗോൾ ആർമിയെ ഡിഫീറ്റും ചെയ്തു ഈ മുഹമ്മദ് തുഗ്ലക്ക്. മംഗോൾ ആർമി ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ഭരണം തുടങ്ങിയ ആ കാലഘട്ടങ്ങളിൽ. പക്ഷേ ആ മംഗോൾ ആർമീനെ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ആർമി തോൽപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് തുഗ്ലക്ക് വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ആർമി. അപ്പോൾ അങ്ങനെ തോൽപ്പിച്ചപ്പോൾ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ആർമിയിൽ ഭയങ്കര വിശ്വാസമായി, ഭയങ്കര കോൺഫിഡൻ്റായി. ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് സ്ട്രെങ്ത് ആൻഡ് ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ആർമി. ആൻഡ് ഹി വാസ് ഓൾസോ കോൺഫിഡൻറ്റ് അബൌട്ട് ദ റിസോഴ്സസ് ടു പ്ലാൻ ആൻ അറ്റാക്ക് ഓൺ ട്രാൻസോക്സിയാന എന്ന ഇറാനിലെ ഇവരുടെ മംഗോൾ ആർമിയുടെ കേന്ദ്രം. അവിടെ ആ സെൻറ്റർ പിടിച്ചടക്കാൻ, അവരെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള റിസോഴ്സസ് എൻ്റെ അടുത്തുണ്ട്, ഞങ്ങളടുത്തുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ്. അത് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ അയാൾക്ക് ഹിസ് റിസോഴ്സസ് ടു പ്ലാൻ ആൻ അറ്റാക്ക് ഓൺ ട്രാൻസോക്സിയാന, ഈ മംഗോൾ ആർമിയുടെ കേന്ദ്രം, അവരെ പോയി അറ്റാക്ക് ചെയ്യാനായിട്ട് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു മുഹമ്മദ് തുഗ്ലക്ക്. ഒരിക്കൽ കീഴ്പ്പെടുത്തി അവരെ തോൽപ്പിച്ചു. അപ്പോഴാണ് ഇത്രയും കോൺഫിഡൻസ് അയാളിൽ വന്നത്. സ്ട്രെങ്ത് ഉണ്ടെന്നും അതുപോലെ തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള റിസോഴ്സസ് ഞങ്ങളുടെ അടുത്തുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കോൺഫിഡൻസായി. ഹി ദെർഫോർ റേസ്ഡ് എ ലാർജ് സ്റ്റാൻഡിങ് ആർമി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്, ഇത് ഡിഫെൻഡ് ചെയ്യാനല്ല, നമ്മുടെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ടല്ല മുഹമ്മദ് തുഗ്ലക്ക് ശ്രമിച്ചത്. മുഹമ്മദ് തുഗ്ലക്ക് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അവരെ അറ്റാക്ക് ചെയ്ത് കീഴടക്കാൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ലാർജ് സ്റ്റാൻഡിങ് ആർമി, ഒരു വലിയ ആർമി കെട്ടിപ്പടുത്തു.
പിന്നെ അലാവുദ്ദീൻ ഖിൽജി നെക്സ്റ്റ് പോയിൻ്റാണ്. അലാവുദ്ദീൻ ഖിൽജി കൺസ്ട്രക്റ്റഡ് എ ന്യൂ ഗാരിസൺ ടൗൺ നെയിംഡ് സിരി ഫോർ ഹിസ് സോൾജിയേഴ്സ്. നമ്മൾ ഈ മാപ്പ് നേരത്തെ നോക്കിയിട്ടുണ്ട്. സിരി, ദില്ലി, ഈ കുന എന്നൊക്കെ പറഞ്ഞിട്ട്, ജഹാപന, അങ്ങനെ 3 മെയിൻ സിറ്റികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി കൺസ്ട്രക്റ്റഡ് എ ന്യൂ ഗാരിസൺ ടൗൺ. ഗാരിസൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾജിയേഴ്സിന് താമസിക്കാനുള്ള കോട്ട പോലെ കോട്ടകളാൽ ചുറ്റപ്പെട്ട അതിൻ്റെ ഉള്ളിൽ ഈ സോൾജിയേഴ്സ് താമസിക്കും. അങ്ങനെ ഗാരിസൺ ടൗൺ ഉണ്ടാക്കി. എവിടെ? സിരിയിൽ. ഒരു പുതിയ ടൗൺ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ഗാരിസൺ ടൗൺ ഉണ്ടാക്കി സിരിയിൽ. അവിടെയായിരുന്നു ഈ സോൾജിയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതായിരുന്നു അലാവുദ്ദീൻ ഖിൽജി ചെയ്തത്. പക്ഷേ മുഹമ്മദ് തുഗ്ലക്ക്, രണ്ടാമത്തെ ആൾ, മുഹമ്മദ് തുഗ്ലക്ക് എന്താ ചെയ്തത്? റാദർ ദാൻ കൺസ്ട്രക്റ്റിംഗ് എ ന്യൂ ഗാരിസൺ ടൗൺ, ഒരു ഗാരിസൺ ടൗണൊന്നും കൺസ്ട്രക്റ്റ് ചെയ്തില്ല, ഉണ്ടാക്കിയില്ല അലാവുദ്ദീൻ ഖിൽജിയെ പോലെ. ദ ഓൾഡസ്റ്റ് ഓഫ് ദ 4 സിറ്റീസ് ഓഫ് ഡൽഹി, ഡൽഹിയിലെ ഏറ്റവും പഴയ ഒരു സിറ്റി ആയിരുന്നു ദില്ലി ഈ കുന എന്ന് പറഞ്ഞ ആ സിറ്റി. വാസ് എംപ്റ്റീഡ് ഓഫ് ഇറ്റ്സ് റെസിഡൻസ്. അവിടെ ഉണ്ടായിരുന്ന താമസക്കാരെ, അതിനെയാണ് റെസിഡൻസ് എന്ന് പറയുന്നത്, ആ താമസക്കാരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ആൻഡ് ദ സോൾജിയേഴ്സ് ഗാരിസൺഡ് ദെയർ, സോൾജിയേഴ്സിനെ അവിടെ താമസിപ്പിച്ചു. ആ സിറ്റിയിൽ ആ സിറ്റിയെ, ദില്ലി കുന എന്ന ഓൾഡസ്റ്റ് സിറ്റി, ആ സിറ്റി എന്ത് ചെയ്തു? ആ സിറ്റിയിലെ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഗാരിസൺ ടൗൺ ആക്കി, ഈ സോൾജിയേഴ്സിന് താമസിക്കാനുള്ള സ്ഥലമാക്കി. The residents of the old city were sent to a new capital of Daulatabad in the south. സൗത്തിലോട്ട് മാറിയിട്ട് തെക്കോട്ട് മാറി ദൗലതാബാദ് എന്ന സ്ഥലത്ത് അവിടെ ഒരു ന്യൂ ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് ആ ന്യൂ ക്യാപിറ്റൽ ദൗലതാബാദിൻ്റെ ന്യൂ ക്യാപിറ്റലിലോട്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ച, അതായത് ദില്ലി കുന എന്ന സിറ്റിയിൽ നിന്ന് സോൾജിയേഴ്സിനെ താമസിപ്പിക്കാനായിട്ട് ഇവരൊഴിപ്പിച്ചിരുന്നു. ആ റെസിഡൻസ് ഓഫ് ദ ഓൾഡ് സിറ്റി വെർ സെൻറ്റ് ടു ദ ന്യൂ ക്യാപിറ്റൽ ഇൻ ദൗലതാബാദിൽ ന്യൂ ക്യാപിറ്റലോട്ട് മാറ്റി. പിന്നെ ഇനി അടുത്ത പോയിൻ്റാണ് അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച്. ദ സോൾജിയേഴ്സ് ഹാഡ് ടു ബി ഫെഡ്, സോൾജിയേഴ്സിന് ഭക്ഷണം കൊടുക്കണമായിരുന്നു. ദിസ് വാസ് ഡൺ ത്രൂ ദ പ്രൊഡ്യൂസ് കളക്റ്റഡ് ആസ് ടാക്സ് ഫ്രം ദ ലാൻഡ്സ് ബിറ്റ്വീൻ ദ ഗംഗ ആൻഡ് യമുന. ഗംഗ യമുന നദി അത് ഡൽഹിൻ്റെ അടുത്ത് തന്നെയാണ്. ഡൽഹിയിലെ രണ്ട് നദികളാണ് ഗംഗയും യമുനയും. അതിൻ്റെ ഇടയിൽ നല്ല ഫെർട്ടൈൽ ലാൻഡാണ്, അഗ്രികൾച്ചർ ഒരുപാടുണ്ടാവുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സോൾജിയേഴ്സിനെ ഫീഡ് ചെയ്യാനായിട്ട് ഈ ഗംഗ യമുനയുടെ ഇടയിലുള്ള ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ്, അതിൻ്റെ ടാക്സ്, അതായത് ആ സമയത്ത് 50% ടാക്സ് കൊടുക്കണം എന്നായിരുന്നു. ഇപ്പോൾ 100 കിൻഡൽ ഗോതമ്പുണ്ടെങ്കിൽ അതിലത്തെ 50 കിൻഡൽ അത് രാജാവിന് കൊടുക്കണം, അതായത് റൂളേഴ്സിന്, ദില്ലി സുൽത്താൻസിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സോൾജിയേഴ്സിനെ അങ്ങനെയായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെയായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് കളക്റ്റഡ് ആസ് ടാക്സ് ഫ്രം ദ ലാൻഡ്സ് ബിറ്റ്വീൻ ദ ഗംഗ ആൻഡ് യമുന. ദ ടാക്സ് വാസ് ഫിക്സ്ഡ്, ടാക്സ് ഫിക്സ്ഡ് ആയിരുന്നു അറ്റ് 50% ഓഫ് ദ പെസൻസ് ഈൽഡ്. അഗ്രികൾച്ചറിൽ ചെയ്യുന്ന ആ കൃഷിക്കാരൻ്റെ എത്രയാണോ ഈൽഡ്, എത്രയാണോ അയാൾക്ക് കിട്ടുന്നത്, അതിലെ 50% പകുതിയും ഈ ദില്ലി സുൽത്താനത്തിന് കൊടുക്കണമായിരുന്നു. അതിൽ നിന്നായിരുന്നു ഈ സോൾജിയേഴ്സിനെ എല്ലാം അവർ തീറ്റിപ്പോറ്റിയത്. അലാവുദ്ദീൻ ഖിൽജിൻ്റെ ടൈമിൽ മുഹമ്മദ് തുഗ്ലക്ക്, രണ്ടാമത്തെ ആൾ, എന്ത് ചെയ്തു? ദ പ്രൊഡ്യൂസ് ഫ്രം ദ സെയിം ഏരിയ വാസ് കളക്റ്റഡ് ആസ് ടാക്സ് ടു ഫീഡ് ദ ആർമി. ആ ആർമിയെ ഫീഡ് ചെയ്യാനായിട്ട് ഇയാളും അത് തന്നെയാണ് ചെയ്തത്. ഈ മുഹമ്മദ് തുഗ്ലക്കും അത് തന്നെയാണ് ചെയ്തത്. സെയിം ഏരിയ, ആ ഏരിയ ഗംഗ യമുന ബെൽറ്റിലെ ആ 2 നദിക്കരയിലുള്ള പെസൻസിൽ നിന്ന്, അവിടുത്തെ കൃഷിക്കാരിൽ നിന്ന് 50% ടാക്സ് എടുക്കുമായിരുന്നു. 50% അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണോ അത് എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ഫീഡ് ചെയ്തത്, സോൾജിയേഴ്സിനെ, മുഹമ്മദ് തുഗ്ലക്കും. ബട്ട് ടു മീറ്റ് ദ നീഡ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ്, ഒരുപാട് വലിയ ആർമി ഉണ്ടാക്കിയായിരുന്നു. ടു മീറ്റ് ദ നീഡ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ് ദി സുൽത്താൻ ലെവീഡ് അഡീഷണൽ ടാക്സസ്. ലെവീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുനിന്ന് അഡീഷണൽ ടാക്സ്. അത് പോരാണ്ട് തന്നെ ഇത്ര വലിയ ആർമിയെ നോക്കണം, തീറ്റിപ്പോരണം, അവരെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ദ സുൽത്താൻ ലെവീഡ് അഡീഷണൽ ടാക്സസ്, അത് കൂടാണ്ടും വേറെയും ടാക്സസ് ആൾക്കാരിൽ നിന്ന് പിരിച്ചു. ദിസ് കോയിൻസൈഡഡ് വിത്ത് ഫാമിൻ ഇൻ ദ ഏരിയ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ
ടാക്സ് ഓൾറെഡി 50% ആയ അവരുണ്ടാക്കുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണോ അതിൽ നിന്ന് വാങ്ങുന്നിട്ട് അത് കൂടാതെ തന്നെ അഡീഷണൽ ടാക്സും വാങ്ങിച്ചു. അപ്പോൾ അഡീഷണൽ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എന്തായി, അവിടെ ക്ഷാമം വന്നു, ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം ആ ഏരിയയിൽ വന്നു. പിന്നെ അപ്പം അടുത്ത ഒരു പോയിന്റ്, അലാവുദ്ദീൻ ഖിൽജി ദ സോൾജിയേഴ്സ് ഹാഡ് ടു ബി പെയ്ഡ്. സോൾജിയേഴ്സിന് പേ കൊടുക്കണമായിരുന്നു, അവർക്ക് സാലറി കൊടുക്കണം, ശമ്പളം കൊടുക്കണം. അലാവുദ്ദീൻ chose to pay his soldiers salaries in cash rather than ഇക്താസ്. ഇപ്പോൾ സാലറീസ് ക്യാഷ് ആയിട്ടാണ് അലാവുദ്ദീൻ ഖിൽജി കൊടുത്തത്. സാലറി ഒരു ക്യാഷിൻ്റെ രൂപത്തിൽ, ക്യാഷ് റാദർ ദാൻ ഇക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സ്ഥലം അവർക്ക് റൂൾ ചെയ്യാനും അവർക്ക് ഭരിക്കാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ് ഇക്താസ് അല്ല കൊടുത്തത്, ഇവർക്ക് സാലറിയാണ് കൊടുത്തത്. സോൾജിയേഴ്സിന് സാലറി കൊടുക്കുമായിരുന്നു. ദ സോൾജിയേഴ്സ് വുഡ് ബൈ ദെയർ സപ്ലൈസ് ഫ്രം ദ മെർച്ചൻസ് ഇൻ ദ ഡൽഹി. അപ്പോൾ ഡൽഹിയിലെ മെർച്ചൻസിൽ നിന്ന്, അവരുടെ കച്ചവടക്കാരിൽ നിന്ന് സോൾജിയേഴ്സിന് എന്ത് സാധനം വേണോ അവർ ആ പൈസ കൊണ്ട് പോയിട്ട് വാങ്ങിക്കായിരുന്നു അവർക്ക്. അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് ദസ് ഫിയർഡ് ദാറ്റ് മെർച്ചൻസ് വുഡ് റേസ് ദെയർ പ്രൈസസ്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെർച്ചൻസ്, ഈ കച്ചവടക്കാർ അവരുടെ സാധനങ്ങളുടെ പ്രൈസ് കൂട്ടി വിൽക്കുമായിരിക്കും, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചോട്ട് അതിനുള്ള സ്റ്റെപ്സ് അയാളെടുത്തു. അപ്പോൾ ഇറ്റ് വാസ് ദസ് ഫിയർ ദാറ്റ് മെർച്ചൻസ് വുഡ് ഇൻക്രീസ് ദെയർ ഓർ റേസ് ദെയർ പ്രൈസസ്. ഓക്കെ, അപ്പോൾ ടു സ്റ്റോപ്പ് ദിസ്, അപ്പോൾ മെർച്ചൻസ് അവർക്ക് തോന്നിയ വില എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ സോൾജേഴ്സിന് തോന്നിയ വില അവർ ഈടാക്കരുത്. ബട്ട് ടു സ്റ്റോപ്പ് ദിസ്, അലാവുദ്ദീൻ കൺട്രോൾ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ഇൻ ഡൽഹി. ഡൽഹിയിലെ ഗുഡ്സ്, അതായത് ഈ ചരക്കുകളുടെ, ഈ സാധനങ്ങളുടെ പ്രൈസ്, അതിൻ്റെയൊക്കെ വില നിലവാരം ആരാണ് ഡിസൈഡ് ചെയ്തത്? അലാവുദ്ദീനാണ് ഡിസൈഡ് ചെയ്തത്. അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ഡൽഹിയിലെ പ്രൈസ്, ഇന്ന സാധനത്തിന് ഇത്രയും പ്രൈസ് പാടുള്ളൂ എന്നായിരുന്നു. പ്രൈസസ് വെർ കെയർഫുള്ളി സർവൈവ്ഡ് ബൈ ഓഫീസേഴ്സ്. അപ്പോൾ അവർ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ഓഫീസേഴ്സ് എവിടെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എല്ലാം സർവേയും ചെയ്യുമായിരുന്നു, നോക്കുമായിരുന്നു, മോണിറ്ററും ചെയ്യുമായിരുന്നു. അവർ നോക്കി കാണുമായിരുന്നു, ഒബ്സർവ് ചെയ്യുമായിരുന്നു. മെർച്ചൻസ് ഹു ഡിഡ് നോട്ട് സെൽ അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ്സ് വെർ പണിഷ്ഡ്. അപ്പോൾ ഏതൊക്കെ കച്ചവടക്കാർ, മെർച്ചൻസ്, അവർ പ്രിസ്ക്രൈബ് ചെയ്ത റേറ്റിൽ കൂടുതൽ പൈസ വാങ്ങിച്ചുകൊണ്ട് എന്തൊക്കെ സാധനം വിറ്റോ, ഏതെങ്കിലും സാധനം അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യുമായിരുന്നു, അവരെ പണിഷ് ചെയ്യുമായിരുന്നു, അവർക്ക് പണിഷ്മെൻറ്റും കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ കച്ചവടക്കാർക്കെല്ലാം ഒരു റേറ്റ് ഉണ്ട്, ആ റേറ്റിൽ കൂടുതൽ ആരിൽ നിന്നും വാങ്ങിക്കാൻ പാടില്ല ക്യാഷ്. അപ്പോൾ അങ്ങനെയായിരുന്നു അലാവുദ്ദീൻ ഖിൽജിൻ്റെ ടൈമിൽ. പക്ഷേ ഈ സെക്കൻഡ്, അതായത് മുഹമ്മദ് തുഗ്ലക്കിൻ്റെ സമയത്ത്, മുഹമ്മദ് തുഗ്ലക്ക് ഓൾസോ പെയ്ഡ് സോൾജിയേഴ്സ് ക്യാഷ് സാലറീസ്. മുഹമ്മദ് തുഗ്ലക്കും ഇപ്പോൾ സോൾജിയേഴ്സിന് സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് കൺട്രോളിങ് പ്രൈസസ് കൺട്രോൾ ചെയ്തില്ല. ഹീ യൂസ്ഡ് എ ടോക്കൺ കറൻസി. ഒരു ടോക്കൺ കറൻസി കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ രൂപയിലെ പോലെ അന്ന് ഒരു കറൻസി കൊണ്ടുവന്നു. എന്തെങ്കിലും മെറ്റലിൽ എഴുതി ഉണ്ടാക്കിയ, ചീപ്പായിട്ടുള്ള മെറ്റലിൽ അടിച്ചുണ്ടാക്കിയ കറൻസി. സംവാട്ട് ലൈക്ക് പ്രസൻറ്റ് ഡേ പേപ്പർ കറൻസി. ഇപ്പോഴത്തെ നമ്മുടെ കറൻസി, പേപ്പർ കറൻസി പോലെ ഒരു കറൻസി ആയിരുന്നു അന്ന്. മുഹമ്മദ് തുഗ്ലക്ക് അങ്ങനെ പല ആവിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പല പുതിയ ഐഡിയകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സംവാട്ട് ലൈക്ക് പ്രസൻറ്റ് ഡേ പേപ്പർ കറൻസി പോലെ. പക്ഷേ ആ സമയത്ത് അത് നടക്കുമായിരുന്നില്ല. ബട്ട് മെയ്ഡ് ഔട്ട് ഓഫ് ചീപ്പ് മെറ്റൽസ്. ആ ചീപ്പ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കറൻസി ആയിരുന്നു അത്, ടോക്കൺ കറൻസി. ഇപ്പോൾ നോട്ട് ഗോൾഡ് ആൻഡ് സിൽവർ, ഗോൾഡ് കൊണ്ടോ സിൽവർ കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല. പീപ്പിൾ ഇൻ ദ 14th century ഡിഡ് നോട്ട് ട്രസ്റ്റ് ദീസ് കോയിൻസ്. ആ 14th centuryയിലുള്ള ആൾക്കാർ ഈ കോയിൻസിനെ, ഈ ഇങ്ങനെ ഉണ്ടാക്കിയ കറൻസി, ടോക്കൺ കറൻസി, അവർക്കൊരു വിശ്വാസം കുറവുണ്ടായിരുന്നു, വിശ്വാസം പോരാ ആൾക്കാർക്ക്. ദേ വേർ വെരി സ്മാർട്ട്. അതുപോലെ തന്നെ അവർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. എന്ത് ചെയ്തു? ദേ സേവ്ഡ് ദെയർ ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ്. ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും എല്ലാം അവരുടെ കയ്യിൽ തന്നെ വെച്ചു, അതൊന്നും ആർക്കും കൊടുത്തില്ല. ആൻഡ് പെയ്ഡ് ഓൾ ദെയർ ടാക്സസ് ത്രൂ ദ സ്റ്റേറ്റ് ടു ദ സ്റ്റേറ്റ് വിത്ത് ദ ടോക്കൺ കറൻസി. ആ ടോക്കൺ കറൻസി, വിലയില്ലാത്ത ചീപ്പായിട്ടുള്ള മെറ്റലിൽ ഉണ്ടാക്കിയ ആ കോയിനായിരുന്നു ടാക്സിനൊക്കെ ആയിട്ട് സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ടിരുന്നത്, അതായത് രാജാവിന്, ഡൽഹി സുൽത്താനത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. അവരും സ്മാർട്ടായിരുന്നു. ദേ സേവ് ദെയർ ഗോൾഡ് കോയിൻ, സിൽവർ കോയിൻസ്, അതെല്ലാം വാല്യുബിളാണ്, അതിനെയൊക്കെ സേവ് ചെയ്തു. ബാക്കി ഈ ചീപ്പ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കോയിൻസ് എല്ലാം അവർ ടാക്സ് ആയിട്ട് കൊടുത്തു. ദിസ് ചീപ്പ് കറൻസി could also be counterfeited easily.
അപ്പോൾ ഈ കറൻസി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കള്ള കറൻസി ഇതിൻ്റെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെയുള്ള കറൻസി ആയിരുന്നു, അങ്ങനെയുള്ള ടോക്കൺ കറൻസി ആയിരുന്നു മുഹമ്മദ് തുഗ്ലക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അടുത്തത് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? അലാവുദ്ദീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വെർ ക്വൈറ്റ് സക്സസ്ഫുൾ. അലാവുദ്ദീൻ ഖിൽജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ഓരോ സ്റ്റെപ്സും അല്ലെങ്കിൽ പ്രോസസ്സ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഭരണത്തിൽ അഡ്മിനിസ്ട്രേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ ആളായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ആൻഡ് ക്രോണിക്ലേഴ്സ് പ്രൈസ്ഡ് ഹിസ് റെയിൻ എന്ന് പറഞ്ഞ അയാളുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ റൂള് അയാളുടെ ഭരണം ഗ്രന്ഥകാരന്മാരെല്ലാം ഭയങ്കരമായിട്ട് പ്രൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വാഴ്ത്തിപ്പാടുമായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭരണമാണെന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇറ്റ്സ് ചീപ്പ് പ്രൈസസ് ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എല്ലാ സപ്ലൈസും എല്ലാ സാധനങ്ങളും ചീപ്പ് പ്രൈസസിൽ കിട്ടുമായിരുന്നു. എന്താ പറഞ്ഞാൽ പ്രൈസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ആരെങ്കിലും അതിൽ കൂടുതൽ വിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ പണിഷ്മെൻറ്റും കൊടുത്തിരുന്നു. അപ്പോൾ ചീപ്പ് പ്രൈസസ് ആയിരുന്നു. പ്രൈസസ് ഒരുപാട് തോന്നിയ വിലയ്ക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ലായിരുന്നു. ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഇൻ ദ മാർക്കറ്റ്. എഫിഷ്യൻ്റായിട്ടും നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിളും ആയിരുന്നു. ഹി സക്സസ്ഫുള്ളി വിത്ത്സ്റ്റുഡ് ദ ത്രെഡ് ഓഫ് മംഗോൾ ഇൻവേഷൻ. മംഗോൾസിൻ്റെ ഇൻവേഷൻസും അതിനെ നന്നായിട്ട് ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യായിരുന്നു. അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തില്ല, പക്ഷേ അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള നല്ലൊരു ആർമിയും അലാവുദ്ദീൻ ഖിൽജിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് മുഹമ്മദ് തുഗ്ലക്ക് രണ്ടാമത്തെ ആൾ. പുള്ളി എങ്ങനെയായിരുന്നു എന്ന്, പുള്ളിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുഹമ്മദ് തുഗ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വേർ എ ഫെയിലിയർ. അലാവുദ്ദീൻ ഖിൽജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് വളരെ ഫെയിലിയർ ആയിരുന്നു. ഹിസ് ക്യാമ്പയിൻ ഇൻ ടു കാശ്മീർ വാസ് എ ഡിസാസ്റ്റർ. കശ്മീരിലോട്ട് അറ്റാക്ക് ചെയ്ത് കശ്മീർ പിടിച്ചെടുക്കാൻ കാശ്മീരിലോട്ട് ചെയ്ത ക്യാമ്പയിൻ വാസ് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫെയിലിയറായി. ഹി ദെൻ ഗേവ് അപ്പ് ഹിസ് പ്ലാൻസ് ടു ഇൻവേഡ് ട്രാൻസോക്സിയാന മംഗോൾസിനെ പിടിച്ചെടുക്കാൻ, അവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ട്രാൻസോക്സിയാന, അതായത് ഇറാനിലുള്ള സ്ഥലമാണ്, അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഇയാളുടെ പ്ലാൻ, അതിനുവേണ്ടിയാണ് ഈ വലിയ ആർമിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഹി ഗേവ് അപ്പ് ഹിസ് പ്ലാൻസ്. ഗേവ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളഞ്ഞു. ആ പ്ലാന് വേണ്ടാന്ന് വെച്ചു. ടു ഇൻവേഡ് ട്രാൻസോക്സിയാന ഇൻവേഡ് ചെയ്യാനുള്ള, അത് പിടിച്ചെടുക്കാനുള്ള ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. ആൻഡ് ഡിസ്ബാൻഡഡ് ഹിസ് ലാർജ് ആർമിയെ പിരിച്ചുവിട്ടു. മീൻ വൈൽ ഹിസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ക്രിയേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ഇയാളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് ഷിഫ്റ്റിംഗ് ഓഫ് പീപ്പിൾ ടു ദൗലത്താബാദ് നമ്മൾ നേരത്തെ നോക്കി. ഗാരിസൺ ടൗണിന് വേണ്ടിയിട്ട് സോൾജേഴ്സിനെ അവരെ പാർപ്പിക്കാനായിട്ട് അവരെന്ത് ചെയ്തു, ദില്ലി ഈ കുന എന്ന സ്ഥലത്തെ ആ സിറ്റിയിലെ എല്ലാ ആൾക്കാരെയും ഒരു പുതിയ സ്ഥലത്തോട്ട് മാറ്റി. അപ്പോൾ ദൗലത്താബാദിലോട്ട് മാറ്റി. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് പീപ്പിൾ ടു ദൗലത്താബാദ് വാസ് റിസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമായില്ല. നീരസം, അവരുടെ ആൾക്കാർക്ക് നീരസം പിടിച്ചു പറ്റി. അവർക്ക് താല്പര്യമായിരുന്നില്ല അവരുടെ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് പട്ടാൾക്കാർക്ക് കൊടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുക. അപ്പോൾ അതും അത്ര ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നില്ല. ദ റേസിംഗ് ഓഫ് ടാക്സസ് ആൻഡ് ഫെമൈൻ ഇൻ ദ ഗംഗ യമുന ബെൽറ്റ് ലെഡ് ടു വൈഡ് സ്പ്രെഡ് റെബലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പ്. അപ്പോൾ ടാക്സസ് കൂട്ടി എന്താന്ന് പറഞ്ഞാൽ വലിയ ആർമിയെ തീറ്റിപ്പോറ്റാനും അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പൈസ വേണമായിരുന്നു. അപ്പോൾ ടാക്സ് കൂട്ടി. ടാക്സ് ഓൾറെഡി 50% എല്ലാ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാം പകുതി എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടാണ്ട് തന്നെ ടാക്സ് കൂട്ടി. അപ്പോൾ അതുപോലെ തന്നെ ക്ഷാമം വന്നു. ഗംഗ യമുന ബെൽറ്റിലെല്ലാം ക്ഷാമം വന്നു. അവർ 50% കൊടുത്തു. അതിൻ്റെ കൂടാതെ പിന്നെയും ടാക്സ് കൊടുക്കണമായിരുന്നു. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് വന്നു, ക്ഷാമം വന്നു. അപ്പോൾ അതെല്ലാം ഒരുപാട് റെബല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പുണ്ടാക്കി ആൾക്കാരിൽ. ആൻഡ് ഫൈനലി ദ ടോക്കൺ എക്കണോമി ഹാഡ് ടു ബി റീകോൾഡ്. ഒരു ടോക്കൺ എക്കണോമി, അതായത് പേപ്പർ ലൈക്ക് കറൻസി, ഇപ്പോഴത്തെ പേപ്പർ ലൈക്ക് കറൻസി അന്ന് കോയിൻസിലായിട്ടുണ്ടാക്കി, ചീപ്പ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയത്, അതെല്ലാം റീകോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം റദ്ദാക്കേണ്ടി വന്നു, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫറൻസസ്, ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഓഫ് ബോത്ത് ദ ടു ലീഡേഴ്സ്. അപ്പോൾ മുഹമ്മദ് തുഗ്ലക്കിൻ്റെയും അലാവുദ്ദീൻ ഖിൽജിൻ്റെയും, ഫസ്റ്റ് നോക്കിയത് അലാവുദ്ദീൻ ഖിൽജിൻ്റെ മെഷേഴ്സ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ തോൽക്കേണ്ടിയും വന്നില്ല. പക്ഷേ മുഹമ്മദ് തുഗ്ലക്ക് ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ആ സമയത്ത് അതായത് ആപ്റ്റായിരുന്നില്ല, ശരിയായിരുന്നില്ല, അതെല്ലാം ഫെയിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തുഗ്ലക്കിൻ്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കൽ പോലും ഉണ്ട് തുഗ്ലക്കിൻ്റെ ഭരണ പരിഷ്കാരങ്ങളെന്ന് പറഞ്ഞാൽ. ഒരുപാട് അത് പല പുതിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഈ തുഗ്ലക്കിൻ്റെ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് പോലും ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ തുഗ്ലക്ക് പല പരിഷ്കാരങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം തോറ്റുപോയി, ഫെയിലിയർ ആയിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നില്ല അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്. അപ്പോൾ ഇതായിരുന്നു ഇവർ രണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.